അസ്സലാമു അലൈക്കും. നമ്മളെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് വെള്ളപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ കുഞ്ഞ് ഷാമോനും സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. അവന് നന്നായിട്ട് പനിയും കഫക്കെട്ടും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ക്ലാസ് ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനെ പറഞ്ഞയച്ചിട്ടില്ല, നല്ല പനി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഓനും കൂടിയിട്ട് അണ്ടത്തോട് പോയിട്ട് ഓനെ കാണിക്കുകയൊക്കെ ചെയ്തിട്ടാണ്. അപ്പോൾ പിന്നെ അവിടുന്ന് ഗുളികയും മരുന്ന്, ചുമട മരുന്ന്, പിന്നെ അലർജിയുടെ ഗുളികയൊക്കെ തന്നപ്പോൾ പിന്നെ ഓൻ്റെ പനി മാറിയിട്ടുണ്ടായിരുന്നിട്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ഓനെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നില്ല, പനി ഉള്ളത് കൊണ്ട്. പിന്നെ നമ്മൾ വെള്ളപ്പം ഇതാ ചുട്ടുകൊണ്ടിരിക്കട്ടെ. ഇതിപ്പോൾ വെള്ളപ്പത്തിൻ്റെ മാവ് എന്താണെന്ന് വെച്ചാൽ പച്ചരി, ചോറ്, തേങ്ങയും കൂടിയിട്ട് അരച്ചതാണ് കേട്ടോ. അപ്പോൾ നന്നായി പൊന്തി വന്നിട്ടുണ്ടായിരുന്നിട്ട്. അപ്പോൾ ഞാൻ 2 ദിവസത്തിനുള്ളത് മാവ് അങ്ങനെ മാറ്റി വെച്ചിട്ടാണ്. ഇതിൽ തന്നെ ഒന്ന് ഫസ്റ്റ് രാവിലെ തന്നെ ഉണ്ടാക്കണാട്ടി മുന്നേ തന്നെ മാവ് പകുതിയാണ് മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ വെള്ളപ്പത്തിക്ക് പിന്നെ ഗ്രീൻ പീസ് കറി ആയിരുന്നു. അത് നല്ല കോമ്പിനേഷനല്ല വെള്ളപ്പത്തിക്ക് ഗ്രീൻ പീസ് കറി. അപ്പോൾ അതാണ് ഉണ്ടാക്കിയത്. അതാണ് കുട്ടികൾക്ക് നല്ല ഇഷ്ടം കേട്ടോ. പിന്നെ അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്ച്ചോറിൻ്റെ അരി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നെയ്ച്ചോറും ഉണ്ടാക്കി കൊടുത്ത്, പിന്നെ ഉരുളങ്കിഴങ്ങായിട്ടൊരു മസാലക്കറി ഉണ്ടാക്കി കൊടുത്തിട്ടാണ്. അപ്പോൾ അവർക്ക് നല്ല സന്തോഷം. ഇപ്പോൾ 2 ദിവസമായിട്ട് സ്കൂളിൽ നിന്ന് ചോറ് വാങ്ങാൻ കൂട്ടാക്കണില്ല കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് മതി എന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഇത് പിന്നെ എളുപ്പമാണല്ലോ, പിന്നെ നെയ്ച്ചോറുണ്ടാക്കണ പോലെ എളുപ്പമുള്ള പരിപാടിയാണല്ലോ. അപ്പോൾ അത് കുറച്ച് അരി ഇരിക്കണമായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുത്ത് ആ മസാലക്കറി ഉണ്ടാക്കിയത്. അപ്പോൾ 2 കൂടിയിട്ട് അത് പിന്നെ സ്കൂളിൽ കൊണ്ടുപോയിട്ടാ. ഷാമോന് നല്ല സന്തോഷമായി, സ്കൂളിൽ നിന്ന് ചോറ് വാങ്ങണ്ടല്ലോ എന്നുള്ളതിൽ ഇട്ടാണ്. വീട്ടിലത്തെ ഉണ്ട് അവർക്ക് ഇഷ്ടം. എപ്പോഴും വീട്ടിൽ ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിക്കില്ല, സ്കൂളിൽ നിന്ന് വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് എന്തെങ്കിലും ഉപ്പേരിയോ വല്ല പൊരിച്ചത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തയക്കലാട്ടോ. പിന്നെ ഞാൻ അവരൊക്കെ പോയതിൻ്റെ ശേഷം പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരുന്ന് TV കണ്ടപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോഴാട്ടോ മുരിങ്ങേൻ്റെ ഇല മേലുണ്ടായിരുന്നു വാർപ്പിൻ്റെ മുകളിൽ. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് ഉപ്പേരി വെക്കാന്നുള്ളതിൽ ഞാൻ അത് പൊട്ടിച്ചു കൊടുത്തിട്ട് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്നലെ ചൂട വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ പൊരിച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതിൽ രാത്രിയാണ് രാത്രിക്കുള്ള പൊരിച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം. അപ്പോൾ അതിലേക്ക് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഉച്ചക്കുള്ള പൊരിച്ചത് അതുണ്ട് കേട്ടോ. പിന്നെ രാത്രി പൊരിക്കാനുള്ളത് കായം തെച്ചിട്ട് ഫ്രിഡ്ജിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ മുരിങ്ങൻ്റെ ഇല ഇനി ഇത് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ ഷാമോനിക്ക് ഇന്ന് ചെറുതായിട്ടൊക്കെ ഒരു പനി വിട്ടിട്ടുണ്ടായിരുന്നു, ചുമ ഉണ്ടായിരുന്നിട്ട്. ഇന്നലെ ഉച്ചക്ക് ഓന് ഇങ്ങനെ നല്ല നമ്മൾ മരുന്നൊക്കെ കഞ്ഞി ഇതൊക്കെ കൊടുത്തിട്ട് കെടുത്തിയതാണ് കേട്ടോ. അപ്പോൾ ഉച്ചപ്പോൾ നല്ല പനി ഉണ്ടായിരുന്നിട്ട് പിന്നെ 2-3 വട്ടം ഇങ്ങനെ ഞെട്ടിത്തെറിക്കൊക്കെ ചെയ്തിട്ടാണ്. ഇപ്പം ആണെങ്കിൽ ഈ പനി വന്നാൽ മാറാൻ ഭയങ്കര പണിയായിട്ട് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പനി, വയറ്റിനോക്ക്, ഛർദിയൊക്കെ ഇപ്പോൾ എല്ലാവർക്കും നന്നായി. ഒരു വീട്ടിലൊരാൾക്ക് വന്നാൽ എല്ലാവർക്കും തന്നിട്ടേ പിന്നെ അത് തിരിച്ചു പോകുള്ളൂ കേട്ടോ. പകർച്ചവ്യാധി പോലെ ആയിട്ടുണ്ട്. എന്തായാലും പടച്ചോൻ എല്ലാവരും കാക്കട്ടെ. അല്ല ഈ പണിക്ക് പോണ ആൾക്കാർക്കൊക്കെ ഈ പനിയും ഛർദിയും വയറ്റിനൊക്കെ ആയിട്ട് കിടന്നാളൊരവസ്ഥ ആലോചിച്ച് നോക്കിക്കുക. അവർ എന്തെങ്കിലും പണിക്ക് പോയിട്ട് കൊടുന്നാലല്ലേ കുടുംബത്തിൽ പട്ടിണിയില്ലാതെ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഉള്ള വീടുകളൊക്കെ എന്തായാലും പടച്ചോനെ എല്ലാവരും കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെ ഷാമു ഇന്ന് എന്തായാലും ഒന്ന് സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ പരീക്ഷ ഞാൻ ടീച്ചറോട് ഇന്ന് എഴുതിപ്പിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ് ടെസ്റ്റാണ്, എന്നാലും എനിക്ക് ഒരു ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രം പരീക്ഷയ്ക്ക് പോയിട്ടില്ല എന്നുള്ളതിൽ. പരീക്ഷയ്ക്കൊക്കെ പോയിട്ട് നമ്മളിപ്പോൾ ഒരു കേട്ടയിൽ തീർത്തുകയാണെങ്കിലോ അതിൽ ഫുൾ മാർക്ക് വാങ്ങി വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതിൽ ഒന്നാട്ടം തെറ്റിയിട്ടുണ്ടെങ്കിൽ അന്ന് പിന്നെ മൂഡ് ഔട്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഷാമുനിക്ക്. അപ്പോൾ ആളെന്തായാലും ഒന്ന് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് വെയിലത്ത് ഓടി കളിക്കൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഉണ്ണിമോളുടെ ബർത്ത്ഡേ ഉണ്ട്, അനീത്തിൻ്റെ മൂത്ത മോളുടെ ബർത്ത്ഡേ ഉണ്ടെന്ന്. ഇന്നാണ് അവളുടെ ബർത്ത്ഡേ. അപ്പോൾ എല്ലാവരും അവൾക്കൊരു ഹാപ്പി ബർത്ത്ഡേ പറയണം കേട്ടോ. അവളുടെ ഒരു ഫോട്ടോ ഞാനതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു ഹാപ്പി ബർത്ത്ഡേ പറയണം കേട്ടോ. അപ്പോൾ ഞാൻ മുരിങ്ങൻ്റെ പൊട്ടിക്കണതിനോടൊപ്പം തന്നെ TV കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ബോറടിക്കില്ല. അപ്പോൾ ഞാൻ TV അവിടെ വെച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശബ്ദം മാത്രം കേൾക്കണുള്ളൂ, TVക്ക് നോക്കണമൊന്നുമില്ല കേട്ടോ. മുരിങ്ങൻ്റെ മേലെ ഇപ്പോൾ ആ മഴയൊക്കെ പെയ്യണോണ്ടേ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു പാറണ സാധനം അതുണ്ട്. അപ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം അത് പൊട്ടിച്ചിടാൻ, അല്ലെങ്കിൽ ആ സാധനം പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തന്നെ പിന്നെ ഛർദി ഇതൊക്കെ വരും. അപ്പോൾ ഞാൻ അത് നന്നായി ശ്രദ്ധിച്ചിട്ടാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മറ്റേ പറക്കണ അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതില്ലാത്ത തള്ളിയിൽ തന്നെ നോക്കിയിട്ടാണ് പൊട്ടിച്ചത്. പിന്നെ അതൊക്കെ പൊട്ടിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ അതിൽ കുറച്ച് മുളകും പൊടിയും വെളുത്തുള്ളി, ഉപ്പ് എല്ലാം കൂടി കുഴച്ച് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി കുഴച്ചിട്ട് നമ്മൾ കടുകിട്ട് താളിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പേരിട്ട് അത് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ കറിയും ഇന്നലത്തെ മീൻ പൊരിച്ചതും, അപ്പോൾ ഇന്നത്തേതായിട്ട് ഉപ്പേരിയും ചോറും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ അത്രയ്ക്കില്ല. പിന്നെ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞില്ല, രാത്രിയാകുമ്പോൾ അവർ കഞ്ഞിയുണ്ട്, കഞ്ഞിക്ക് അവർക്ക് വല്ല ഉണക്കലോ ഉപ്പേരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി കേട്ടോ.
അപ്പോൾ ഞാൻ ചൂട് കൊടുക്കുന്നത് കുക്കറിൽ അവർക്ക് അങ്ങനെ കഞ്ഞി വെച്ച് കൊടുക്കും. കഞ്ഞി മീൻസ് കുറച്ച് വെള്ളം പോലെ അല്ല, കുറച്ച് കുറുകിയ പോലെ ആയിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് അത് നല്ല ഇഷ്ടമാണ്. ചോറൊക്കെ തിന്നുന്നുണ്ടെങ്കിൽ ഒരു 4 ഉരുള തിന്നിട്ട് മതി പറയും. അപ്പോൾ ഇങ്ങനെ കഞ്ഞിയാകുമ്പോൾ അവർ നന്നായിട്ട് വയറ് നിറച്ച് കുടിച്ചോളും. അപ്പോൾ നമുക്ക് അതാണ് സന്തോഷം. അവർക്ക് എന്താണ് ഇഷ്ടം, അവരെന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ അവർക്ക് അങ്ങനെ അവരുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കി കൊടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും.